പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ ഗ്രാമക്കാഴ്ചകളിലൂടെയുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിൽ അങ്ങനെ അധികം ആർക്കും അറിയാത്ത കിളവൻ പുത്തൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമം തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തോട് ഏറെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഗോവിന്ദാപുരത്ത് നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയിൽ കുറച്ചുള്ളിലായിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. അപ്പോൾ ഇതാണ് കിളവൻ പുത്തൂർ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണേ. അങ്ങ് ദൂരെ നമുക്ക് വലിയ മലകളൊക്കെ ആണ് കേട്ടോ, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ഈ ഗ്രാമത്തിലൊരു ആലയാണേ. ഞാൻ ആദ്യം വിചാരിച്ചതേ ഇവിടെ കാളവണ്ടിയുടെ ചക്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുന്നത്. പക്ഷേ സംഭവം അതല്ല, അവിടെ കാണാണ്ടില്ല, അത് കാളവണ്ടിയുടെ ചക്രം തന്നെയാണ്. ഇത് കാണാൻ ഇവിടെ ഒരു കാളവണ്ടിയൊക്കെ എടുത്ത് നമുക്ക് കാണാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, കറക്റ്റ് ആ ഒരു കാളവണ്ടിയുടെ അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉലയാണേ. ഉലയിൽ ഇങ്ങനെ കറക്കാനായിട്ട് അത് കാളവണ്ടിയുടെ ചക്രമാണ് ഉപയോഗിച്ചേക്കുന്നത്. കണ്ടില്ലേ, പട്ടിക്ക് പരിചയമില്ലാത്തതുകൊണ്ടേ. ആണോ നിങ്ങളുടെ പേര്? മുരുകേശൻ. ഓക്കെ. പണ്ടത് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. കാലം എപ്പോൾ വേല സ്റ്റാർട്ട് പണ്ടും? സമയം എന്നിട്ട് ഇപ്പം 8 മണിയായിട്ടോ. ഇവിടെ കടകളൊക്കെ എല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളും അതിനോടനുബന്ധിച്ച് അടുത്ത് തന്നെ ഒരുപാട് വീടുകളും പിന്നെ കൃഷിയിടങ്ങളൊക്കെ ആണ്. അപ്പോൾ എല്ലാ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ റേസിനൊക്കെ ഓടിക്കുന്ന കാളവണ്ടിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അണ്ണൻ ഉണ്ടാക്കിയതാണേ. എന്താ പൂർണ്ണമായിട്ടും തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്താ സീറ്റൊക്കെ അതുപോലെ തന്നെ അപ്പോൾസറി ചെയ്തേക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ട്. ഇതെന്നെ ചിലവാകും ഇവിടെ ഒരു മോഡൽ? 3000 രൂപ. പല മോഡലുകളിൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടല്ലേ അതിൻ്റെ ആ കണ്ട സംഭവം. പ്ലേറ്റൊക്കെ അതുപോലെ തന്നെ, സസ്പെൻഷൻ അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീല് കാളവണ്ടിയുടെ മാതൃകയല്ല, അതോടെ എങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ റിയാലിറ്റി തോന്നിയാലേ. ഇത് കണ്ടില്ലേ, ഈ ചക്രം ഇങ്ങനെ കറക്കുമ്പോഴത്തേനും ആ ഉലയിൽ കണ്ടില്ലേ, കണ്ട അവിടുന്ന് പുക വന്നാണ്, പുകയല്ല ചാരം പറക്കുന്ന കേട്ടോ. അപ്പോൾ തീ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ കാളവണ്ടി ചക്രം എന്ത് ഇങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലേ. അപ്പോൾ ഇത് ആലയും വീടും കൂടെ ചേർന്നതാണ് കേട്ടോ. ഇത് വീട് ഇതൊക്കെയുള്ള ഇതിൻ്റെ അകത്താണ് വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്കൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വീടുകൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കാണാം. എന്നടാ കടിക്കുമോ? അയ്യോ കടിക്കുമെന്ന് പറഞ്ഞേ. എൻ്റെ പൊന്നെ, രാവിലെ തന്നെ മുട്ടൻ കലിപ്പാണ് കേട്ടോ. ഇവിടെ പാട്ട് പെട്ടിയുണ്ട്, ഒരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 കൊല്ലോ? ഇതെന്തറിയോ, ഇതിപ്പോൾ എന്തേ ഈ സീറ്റിലിരുന്നുകൊണ്ടാണ് അണ്ണനിപ്പോൾ ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇതിന് പകരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആലയിൽ. ഇതിന് എത്ര 100 വർഷം അല്ലേ? 100 വർഷം മേളിൽ പഴക്കമുണ്ടെന്ന് പറഞ്ഞു ഈ പലകയ്ക്ക്. ഇത് പൂജിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അവിടെ ഭദ്രമായിട്ട് വെച്ചേക്ക് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പം അണ്ണ എടുത്ത് കാണിച്ചാണ്. കണ്ടില്ലേ, ചന്ദനമൊക്കെ പൂശി വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ ആലയ്ക്കകത്തുള്ളത്. ഇവിടെ നമുക്ക് ധാരാളം ഫോട്ടോകളൊക്കെ കാണാം, ദൈവത്തിൻ്റെ ഫോട്ടോയും. പിന്നെ അത് MGRൻ്റെ ഒരു ഫോട്ടോ കണ്ടോ. MGRന് ചന്ദനമൊക്കെ തൊടിയിച്ച് കൊള്ളാം അല്ലേ. സാപ്പിട്ടു കാല സാപ്പിട്ടു. അല്ല കുടിച്ചു അതെ എൻ്റെ അമ്മ. അപ്പം അണ്ണൻ്റെ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അണ്ണൻ എന്നെ ചായ കുടിക്കാനായിട്ട് ക്ഷണിച്ചതാണേ. ഇതാണ് അണ്ണൻ്റെ വീട്. ഇത് ആല എവിടെയാണ്, അതിനോട് ചേർന്ന് ഇങ്ങനെ 2 മുറി കേട്ടോ. ഇങ്ങനെയൊരു മുറിയുണ്ട്, ഇവിടെയാണ് കിടക്കണത്, കട്ടിലൊക്കെ ഉണ്ട്. അണ്ണാ വേറെ ആരൊക്കെ ഇருக்கு നിങ്ങൾക്ക് കൂടെ? വേറെ ആരൊക്കെ ഇருக்கு വീട്ടിൽ? എന്താ വീട്ടില് നീങ്ക മട്ടും പണിക്ക് പോയാ? അപ്പം അണ്ണൻ നമുക്ക് കുടിക്കാനായിട്ട് ഈ ഫ്ലാസ്കിൽ നിന്ന് പാലെടുത്തു കേട്ടോ, പാൽ ചായ. അപ്പോൾ ഞാൻ പറഞ്ഞു പാല് കുടിക്കില്ല എന്ന്. അതുകൊണ്ട് അണ്ണൻ കാപ്പി വയ്ക്കാൻ ഞാൻ കുറേ നിർമ്മിച്ച് വേണ്ട വെക്കണ്ടെന്ന് സമ്മതിക്കില്ല കേട്ടോ. കുടിക്കാതെ എൻ്റെ ഇവിടുന്ന് വിടില്ല, കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അടുക്കളയിൽ ഉണ്ടോ, ഇതാണ് അടുക്കളയിലൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാം. ഈ ആസ്പെറ്റോസ് ഷീറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ഭിത്തിയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. മണ്ണ് കൊണ്ട് ഇങ്ങനെ ഇത്ര ഉയരത്തിൽ, അതായത് ഏകദേശം ഒരു 3 അടി ഉയരത്തിൽ മൺകട്ട വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ആസ്പെറ്റോസ്, പിന്നെ മുകളിൽ ഓടിട്ടേക്കുവാണേ. അങ്ങനെയാണ് നിർമ്മിച്ചേക്കുന്നത്. ചെറിയൊരു വീടാണ് കേട്ടോ.
കാരണം കാപ്പിപ്പൊടിയൊക്കെ തിരയുകയാണ്. ആ അത് കാപ്പിപ്പൊടി, അത് കാലിയാ? ഇതെന്നാ പൊടിയാണോ ഇത്? ഇത് ചായപ്പൊടി? ഇത് ചായപ്പൊടി തന്നെ. ആ അത് കാണിച്ചത് എന്തോ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു പൗഡറാണ് കേട്ടോ. ഇത് പ്രോട്ടീൻ പൗഡർ പോലെയാണെന്ന് തോന്നുന്നു, അതാണ് എടുത്തിട്ടേക്കണേ. ഇത് കണ്ടോ, ഇതാണ് സംഭവം. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എന്താ നിമിഷ നേരം കൊണ്ടത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് മങ്ങി ആയി ഓഫ് ചെയ്യട്ടാ. ആയില്ലേ? റെഡിയായി. ആ വൈഫ് വന്ന് എല്ലാം റെഡി പണ്ണുവാങ്ക. അണ്ണൻ്റെ ഭാര്യ ഇവിടെ ജോലിക്ക് പോകാൻ കേട്ടോ, പറയില്ലേ. ഇങ്ങനെ തണ്ണിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? പൈപ്പില്ലേ? അതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടേ, അത് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആ ഇത് കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ പൊടിയാണേ, കറക്റ്റ് ചോക്ലേറ്റ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ സൂപ്പറാണ് ഇത്. അണ്ണൻ ചൂട് കൂടുതലായതുകൊണ്ട് എനിക്ക് ചൂടൊക്കെ ആറ്റി തോന്നാം കേട്ടോ. ഷുഗർ എടുക്കാം, ഭാര്യയ്ക്ക് ഷുഗർ എടുക്കാം. ഇത് നല്ലതാ ഷുഗറിന്. ആ ഈ പ്രോട്ടീൻ പൗഡറില്ലേ, അതിൻ്റെയൊക്കെ ഒരു രീതിയാണ് കേട്ടോ. ഇതിൽ വന്ന് പാല് മിക്സ് ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്യും അല്ലേ? ആ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും അല്ലേ? ഇത് പാലിലിട്ട് കുടിക്കേണ്ടതാണേ. ഞാൻ പാൽ കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ വേറും ഇങ്ങനെ ഉണ്ടാക്കി തന്നത്. വേല നിറയെ ഇറക്കുക ഡെയിലി ഇറക്കാം. ரெண்டு பையங்களும் வேலைக்கு போயாச்சு. ஒருத்தர் பஞ்சாப்ல உண்டு. இந்த வேலை തന്നെ? അല്ല, അവർ ഫൈനാൻസിൽ. അണ്ണൻ്റെ മക്കളുടെ കാര്യമാണ് പറയുന്നത്, പഞ്ചാബിലൊക്കെയാണ്. വാക്കത്തിക്ക് പിടിയിടുവാണ് കേട്ടോ. തമിഴിൽ എന്നാ ചൊല്ലുവാങ്ക വാക്കത്തിന്നാ? അരുവാള്. ആ കേരളത്തിൽ അരുവാള്, പക്ഷേ അത് ഷേപ്പ് ഇന്ത മാതിരിയല്ല, കൊഞ്ചം നല്ല ഡിഫറൻസ് ഇருக்கு. അരുവാള് അണ്ണനുണ്ടാക്കിയ ആയുധങ്ങളാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് കേട്ടോ. ആ ഇത് തന്നെ. ഇത് അരുവാളിൻ്റെ വേറെ ഒരു രൂപം, കുറച്ചുകൂടെ വളവുണ്ട് നമ്മുടെ നാട്ടിലെ അരുവാളിന്. ആ അണ്ണാങ്ക കത്തി ഇറുക്ക, കത്തി ചിന്ന കത്തി ഇറുക്ക, റെഡി പണ്ണി കത്തി ഇറുക്ക. എനിക്ക് വാങ്ങിക്കുന്നത് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോയാൽ പണി കിട്ടും. ബാഗിൽ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തകർത്തിടും. 1300 രൂപ ഒരെണ്ണത്തിൻ്റെ. കിളവൻ പുത്തൂരിലേക്ക് നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ലൊക്കേഷനൊക്കെ ഉണ്ട്, എന്തായാലും ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ വന്ന റൂട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പൊള്ളാച്ചി റൂട്ടിൽ അല്പ ദൂരം മെയിൻ റോഡിൽ വരുമ്പോഴത്തേനും ഒരു ജംഗ്ഷൻ കാണാം നമുക്ക്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കിളവൻ പുത്തൂർ 4 കിലോമീറ്റർ എന്ന് പറഞ്ഞ്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി പോകണം അല്പ ദൂരം. ഈ 4 കിലോമീറ്ററിന് കയറി വരുമ്പോഴാണ് ഈ സ്ഥലമുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ ആണ്. ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട്. പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വീടുകളാണുള്ളത് കേട്ടോ. ചെറിയ വീടുകൾ, ഇങ്ങനെയുള്ള വീടുകളും അതുപോലെ വാർക്ക വീടുകളും ഓടിട്ട വീടുകളും അങ്ങനെയുള്ള വീടുകൾ, നിറയെ വീടുകളുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. പിന്നെ വീടുകളോട് ചേർന്ന് കടകളും, കുറച്ച് കടകളൊക്കെ ഉള്ളൂ. ഇതങ്ങനെ ഒരു മെയിൻ ടൗൺഷിപ്പൊന്നുമല്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഇതൊരു ചായക്കടയാണ്, പഴയൊരു ചായക്കടയാണ് ഈ കാണുന്നത്. അതിൻ്റെ പിൻവശത്ത് വീടാണ്, മുൻവശം ഇങ്ങനെ കടയാക്കിയേക്കുവാണ്. ഇത് ചില്ലലമാരിയിൽ എണ്ണപ്പലഹാരങ്ങളൊക്കെ അവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. അപ്പോൾ ചായ ടൈം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു. പുക പിടിച്ച ഭിത്തിയൊക്കെയാണ് കാണുന്നത്. ബജ്ജി, ബോണ്ട, മസാല ബോണ്ട, മസാല ബോണ്ട എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിടുവാണ് കേട്ടോ. ഇതുണ്ടല്ലേ വീടാണ് അതിൻ്റെ പുറകിലായിട്ട്. ഇവിടെ എത്ര കട ഇருக்கு? മൊത്തം 5-6 കട ഇருக்கு. ചായ ടൈം പിടിച്ചാ ചായ മട്ടും சாப்பாடு சாப்பாடு இங்கே கிடைக்குமா? இந்த അങ്ങനെ അല്ലാതെ ഹോട്ടലൊന്നും എങ്കില്ല അല്ലേ? ടീ കട. ചെറിയൊരു ടൗൺഷിപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വലിയൊരു
ടൗൺഷിപ്പ് ഒന്നുമല്ല. ഇത് ഈ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു കോവിലാണ്, മഹാകാളിയമ്മൻ കോവിൽ. അപ്പോൾ ഈ കോവിൽ പുതുതായിട്ട് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഒരു കോവിലുണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് കുറച്ചുകൂടെ വിപുലീകരിച്ച് പണിയുന്നതാണ്. കണ്ടില്ലേ, ഏകദേശം കെട്ടിത്തീർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി പണികളൊക്കെയാണ് നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ഈ കോവിലൊക്കെ പണിത് കഴിഞ്ഞ് ആ ഒരു സമയത്താണ് അവിടുന്ന് ആ പ്രതിഷ്ഠ എടുത്ത് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തുകയുള്ളൂ. കണ്ടില്ലേ, ആ കാണുന്ന ചെറിയൊരു ഷെഡ് കെട്ടിയിട്ട് അതിലാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത് കേട്ടോ മഹാകാളിയമ്മനെ. പിന്നെ ഇവിടെ വലിയൊരു ആൽമരം കാണാം. അവിടെ ഒരു ബിൽഡിംഗ് കാണാം കേട്ടോ. അത് ഈ ഗ്രാമത്തിലെ കല്യാണ മണ്ഡപമാണ്. കല്യാണം അതുപോലെയുള്ള പരിപാടികളൊക്കെ വരുമ്പോഴത്തേനും അത് നടത്താനായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് ബസ് സർവീസ് ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ മെയിൻ റോഡിൽ ചെന്നാലേ ഉള്ളൂ, ഇവിടേക്ക് വരില്ല അല്ലേ? ആ ഇങ്ങ വരില്ല, ഒരേ വണ്ടി വരും. ആ 11:30 നെക്സ്റ്റ് 2 മണി. ആ 4 നേരം. ആ 4 ടൈമിൽ വരും. പൊള്ളാച്ചിന്നാ? പൊള്ളാച്ചിന്ന്. എங்கே வந்து மொத்தம் എത്ര വീട് இருக்கு? 300 വീട്. 300 വീടുണ്ട്. ആ ഹാ ഹാ. അപ്പോൾ ഈ വീടിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഏരിയ കാണാം കേട്ടോ, കൃഷിയുടെ കാണേ. അപ്പോൾ ഇവിടെ നിലക്കടല അതുപോലെ തന്നെ പശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോളമൊക്കെ നട്ടു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ വിതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കിടക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാം കേട്ടോ. ഇത് ഈ ഗ്രാമത്തിലെ ഒരു ബാർബർ ഷോപ്പാണ്. ബാർബർ ഇല്ലാത്തൊരു ബാർബർ ഷോപ്പ്. അതേ നമ്പറിൽ വിളിച്ചാൽ ബാർബർ വരുമോ? കണ്ടോ, അവിടെ ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അടച്ചിട്ടേക്കുവാണ് കേട്ടോ. ഓ, പഴയ രീതിയിലുള്ള മുടിവെട്ട് കട. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കടകളൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ, നാട്ടിൻ പ്രദേശത്തൊക്കെ. അങ്ങനത്തെ ഒരു കടയാണ്. പണ്ടത്തെ കറങ്ങുന്ന കസേരയൊക്കെ തടി കൊണ്ട് നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെ 2 കസേരയുണ്ട്. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. പിന്നെ അതിനുള്ള ഉപകരണങ്ങൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ബാർബർ മാത്രമില്ല കേട്ടോ. ഇവിടുത്തെ വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടൊരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ചായ ഇരിക്കുന്ന അരിപ്പ. ആ അതെ, പാട്ടിക്ക് നന്നായിട്ട് മലയാളം അറിയാം. മലയാളം നന്നായിട്ട് അറിയാലോ. പാലക്കാടാണോ? ആ ആ ഒരു സ്ലാങ് ഉണ്ട് ചെറുതായി. അപ്പം ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. 58 കൊല്ലമായി അല്ലേ? പേരെന്നാ? ജഗദാമ്പാൾ. ആ ഇവിടുന്ന് തന്നെ പൊള്ളാച്ചിന്നാ? ആ അതെ, സാധനങ്ങളൊക്കെ നോക്കി. ടോയ്സ് ഒക്കെ ഉണ്ടല്ലേ? ടോയ്സ് ഉണ്ട്. അതെ, സ്ലൈഡ്, പൊട്ട്. എന്നാ വാങ്ങിച്ചത്? കർപ്പൂരം വാങ്ങിച്ചോ? സ്മെല്ലിന് വേണ്ടിയിട്ട്. ആ ആ ആ അതിൽ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്നാ വില ടോയ്സ്? 50 രൂപ. എല്ലാം 50? എന്നാ ഒരു 3 എണ്ണം. ആ ബസ്സിൽ കൊണ്ടിരുന്നതല്ലേ? നമ്മളങ്ങനെ പറയാൻ പാടില്ല. ആ അത് കുഴപ്പമില്ല. മേടിക്കുക അല്ലെങ്കിൽ വിട്ടളിയാ. നിങ്ങൾ വാങ്ങിക്കുവോ എപ്പോഴും തന്നെ? 20 രൂപ പറയാണ്. അപ്പൊ ഞാൻ 10 രൂപയ്ക്ക് ചോദിക്കാൻ പറഞ്ഞിരിക്കാണ്. 10 രൂപയ്ക്ക് തരുമോ? എന്താ ചോദിക്ക് നോക്കുക. ആ എന്നാൽ ഒരു 3 എണ്ണം ചെറുതെടുത്താൽ മതി, ബാഗിൽ കൊണ്ടുപോകാനേ. ആ നോക്കട്ടെ കേട്ടോ. എല്ലാം 50? എല്ലാം 50 രൂപ. 50 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല കേട്ടോ, പക്ഷേ അവർ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നതല്ലേ. ആ എടുക്കാം 3 എണ്ണം. ആ എന്ന് കാണിച്ച് വേറെ ഏതൊക്കെയാണുള്ളത്? ആ 3 ഒരേപോലത്തെ. അല്ല വേണ്ട, വ്യത്യസ്തമായിട്ടിരിക്കട്ടെ. വീട്ടിൽ ചെല്ലുമ്പോൾ അടി കൂടും. അല്ല ആ കളർ മാറ്റിക്കും. അല്ല 3 എണ്ണം. വേറെ എന്നാ തീവണ്ടിയാ? ആ എന്നാൽ അത് 3 എണ്ണം എടുത്തു. അത് 3 എണ്ണം എടുത്തു. അപ്പം 150 അല്ലേ? ഒരു കച്ചവടത്തില്ലേ ഞാൻ വന്നതുകൊണ്ട്. അതെ അതെ ആ അതെ 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 ആ എടുത്തു. ഇതുകൂടെ ചേർത്ത് കേട്ടോ, ഇതോടെ എടുത്തു. ഇവിടെ മലയാളികൾ വേറെ ഉണ്ടോ? ആ ഈ ഗ്രാമത്തില് 2-3 വീടൊക്കെ ഉണ്ട്. അവർക്ക് ജോലി കാട്ടുപണിക്ക് പോയിട്ടുണ്ട്. അതെ അല്ലേ? ആ പാലക്കാട് പോകാറുണ്ടോ നാട്ടില്? അവിടെ ആരൊക്കെയുണ്ട് ഇപ്പം? പാലക്കാട്ടിലൊക്കെ കോഴിക്കോടൊക്കെ പോയവർ. അതെ അല്ലേ? ആ ഞാൻ പോവാട്ടോ. ആ പൊള്ളാച്ചിയിലാണ് അവരുടെ വീട്. പൊള്ളാച്ചിയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വീടുകളിലൊക്കെ കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ
വിൽക്കുന്ന ഒരു ജോലിയാണ്. അധികം വിലയുടെ സാധനങ്ങളൊന്നുമില്ല, നമ്മളെ കണ്ട പോലെ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കാല് വയ്യ, അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. இந்த டிச்சு வந்து கேப்பில் தண்ணி எடுத்து விட மாட்டேங்கிறாங்க. நானும் சொல்லிக்கிட்டே இருக்க, ஒருத்தர் வர்றதே இல்லை. ஏன் நான் வந்து கேன்சர் பார்ட்டி சொல்லிக்கிட்டே இருக்க, ஒருத்தர் வந்து எடுக்கிறது இல்லை. ഈ തണ്ണി എങ്ങനെയാണ് പറഞ്ഞത്? அந்த கேப்பில் இருந்து வருது. എന്നാണെന്നറിയാം സംഭവം, ഇത് ഇവിടെ ഈ ഓട കണ്ടോ, ഓടയിൽ വെള്ളം കെട്ടി കിടക്കുവാണ്. ഇത് ക്ലീൻ ചെയ്തില്ല, അവിടെ ബ്ലോക്കായി കിടക്കുവാണ് കേട്ടോ. അത് നിറയെ പുഴു ഉണ്ടോ, പുഴുവും എന്തോ പ്രാണികളൊക്കെ ഇട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, നിൽക്കാൻ വയ്യ, ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കണേ. അപ്പോൾ ഇത് ഇവർ കുറേ പറഞ്ഞിട്ട് ആരും ക്ലീൻ ചെയ്യാനായിട്ട് അധികൃതരാരും വരുന്നില്ല എന്ന് പറഞ്ഞ്. யாருமே வரவில்லை, வரவே இல்லை. நானும் சொல்லிட்டு போய் 3 மாதம் ஆச்சு, எவனும் வந்து எடுக்கல. 3 மாதமாയിട്ട് இந்த மாதிரி தண்ணி இப்படியே தான் நிற்கிது, ஃபுல்லாக நினைச்சு ഇത് വരെ നിന്നത്. മേലെ ഗ്യാപ്പ് ഇருக்கு பார்த்தே தண்ணி பாலஸ். വെള്ളം കെട്ടിയതിൻ്റെ പാടുണ്ടേ, ഇപ്പോൾ കുറച്ച് താന്നേ ഉള്ളൂ. അല്ല അവിടെ ബ്ലോക്ക് അങ്ങോട്ടില്ല കേട്ടോ. അതായത് ഈ ഓട ഇവിടെ കൊണ്ട് ശരി ശരി ശരി, കാരണം ഇവിടെ ഇവിടെ പത്ത് നിർത്തിയേക്കുവാണ്, അങ്ങോട്ടില്ല, വെള്ളം ഒഴി പോകാനായിട്ട് വേറെ സോഴ്സ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കണ്ടില്ല, അത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ആയി കിടക്കുക. എൻ്റെ അമ്മ ഇവിടെ നിൽക്കത്തില്ല കേട്ടോ, ഭയങ്കര സ്മെല്ല. അക്കടെ വീട് ഏതാ? ഇതാ. അപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിലാട്ടോ. എൻ്റെ മുന്നിൽ എന്ത് സ്മെല്ലാണെന്നറിയോ, അഴുക്ക് നിറഞ്ഞ് കിടത്തിട്ട്. ഞാനിത് കണ്ട ആദ്യം കണ്ടപ്പോഴേ ഇത് കണ്ടപ്പോൾ നല്ല വൃത്തിയാണെന്ന് വിചാരിച്ചിട്ട്, കാരണം ഈ റോഡൊക്കെ അത്ര നീറ്റായിട്ട് കിടക്കണേ. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയൊരു കൃഷിയിടമാണ്. ഗേറ്റ് പൂട്ടിയേക്കുമല്ല, ഞാൻ അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് കയറുന്നത്. ഇത് ഇങ്ങനെ ഒരു പാറപ്പുറം, അതുപോലെ ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ അവിടെ ഒരു ഓലപ്പുര നമുക്ക് കാണാം. പട്ടി കെട്ടിയിട്ടുണ്ട്. പട്ടി കടിക്കുമോ? വേറെ സ്ഥലം തന്നെ. അതല്ല, ഇവിടെ എന്താ കൃഷി ചെയ്യുന്നത്? ഇവിടെ കടലയും ചോളം. കടലയും ചോളം ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ചോളം ഇവിടുന്ന് വിളവെടുത്തതല്ലേ? വിളവെടുത്തിട്ട് എൻ്റെ പശുവിന് കൊടുക്കാനായിട്ട് എൻ്റെ തണ്ട് ഉണങ്ങി വെച്ചേക്കുന്ന കേട്ടോ. വലിയൊരു കൃഷിയിടമാണേ. ചോളം നിലക്കടലയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഇത് ചേട്ടൻ്റെ ആണോ സ്ഥലം? ഇല്ല, വേറെ അതെ അല്ലേ? പാടത്തെടുത്തേക്കുന്നതാണോ? ഇനിയിപ്പോൾ അടുത്ത കൃഷി എന്താ? ഇവിടെ കടലയാ? കടല. അതേത് മാസത്തിൽ ചെയ്യുന്നത്? വിഷുവിന് ചെയ്യും. അതുവരെ ഇങ്ങനെ വെറുതെ കിടക്കുമെന്നല്ലോ? അതെ അല്ലേ? വെറുതെ കിടക്കും. അപ്പോൾ വേറെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സമയം കൊണ്ട്. ഇവിടെ ഈ കൃഷിക്ക് ഇപ്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എവിടുന്നാണ് വരുന്നത്? വെള്ളം ആവശ്യമാണല്ലോ എന്തായാലും. ബോറിടണം അല്ലേ? അങ്ങനെ വെള്ളം എടുക്കുന്നത് അല്ലേ? സർവീസ് മേടിക്കാം, 5-6 കൊല്ലം ബാക്കി. മുതലാവില്ല. അതെ അല്ലേ? കണ്ടോ, ഇങ്ങനെ നിലം വെറുതെ കിടക്കുന്നത് കണ്ടോ. ഇനി കൃഷി ഇറക്കാനുള്ളതാണ്, എന്നാലും 3 മാസത്തോളം ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുമെന്ന്. അപ്പോൾ ഇതിനകത്തായിട്ടൊരു എന്താ പറയുക, ഷെഡ് കാണാം കേട്ടോ. ഓല മേഞ്ഞൊരു ഷെഡ് കാണാം. അതിൻ്റെ പുറത്തായിട്ടൊരു പട്ടി നിൽക്കുന്നുണ്ട്. കലിപ്പ് സീനാട്ടോ, കടിക്കുന്ന പട്ടിയാന്ന് പറഞ്ഞേ. ആരും ഇല്ല കേട്ടോ അവിടെ, താമസിക്കുന്നതൊന്നുമല്ല. ഇവിടെ ഈ പശുവിനെ, ആടിനെ അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് കെട്ടാനായിട്ട് ചെറിയൊരു കോഴിക്കോട് കാണാം. കോഴികളൊക്കെ അകത്തോടെ വെറുതെ നടക്കുകയാണ്, ആരും ഇല്ല കേട്ടോ. കണ്ടോ, ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ, പ്ലാവും മാവും, ആ പ്ലാവിൽ ചക്കയൊക്കെ പിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ദൂരെ സ്ഥലം നോക്കേ, വെറുതെ കിടക്കുന്നത് കണ്ടോ. അവിടെ ചെറിയൊരു തൊഴുത്താണ് കാണുന്നത്. ചക്ക പിരിഞ്ഞ് കിടക്കുന്നുണ്ടോ. നല്ല കാറ്റ്, ചെറിയൊരു പാറപ്പുറമൊക്കെ ഉണ്ട്. നല്ല തണലും ഉണ്ട്, ഇവിടെ ഇരുന്ന് പോവും. വെയിലത്തൊന്നും കയറി വന്നിട്ട്. കരിമ്പനകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ആരും താമസിക്കുക? ഷെഡിൻ്റെ അകത്ത് താമസിക്കില്ല അല്ലേ? പിന്നെ ഇവിടെ ഇത് ശരിക്കും ഈ ആടുമാടുകളൊക്കെ വളർത്താനും നോക്കാനൊക്കെ വേണ്ടിയിട്ട് പണിതേക്കുന്നതാണ് അല്ലേ? ഷെഡ് പണിത്. മഴക്കാലത്ത് ഉള്ളിൽ കെട്ടും. അതെ അല്ലേ? മൊത്തം വരണ്ട് കിടക്കും നോക്കി, ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ടേ. അതെ അല്ലേ? 10 കുടം വെള്ളം കൊണ്ടുവരണോ പശുവിന് കൊടുക്കാനായിട്ട്? അവിടെയൊക്കെ പശുക്കളെയൊക്കെ അങ്ങ് ദൂരെ കൊണ്ട് കെട്ടിയിട്ടുണ്ടേ. അതുകൊണ്ട് അവിടുത്തെ മാടെല്ലാം അങ്ങോട്ട് പോയി. അതെ അല്ലേ?
ആ ഹാ ചേട്ടൻ്റെ പേരെന്നാ? ജാനകി രാമൻ. ജാനകി രാമൻ. രാമൻ. ചേട്ടൻ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മലയാളം സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഭൂമി ഇപ്പോൾ കേരളത്തിൽ ഇരുന്നതാണേ ഒരു 10-25 കൊല്ലത്തിന് മുമ്പ് കൊടുത്ത്. എവിടെ? പാലക്കാടായിരുന്നോ? ഇവിടെ ആ ടവർ ഉണ്ടല്ലോ, ആ അതൊക്കെ അടുത്ത ടവറിൻ്റെ. നമ്മുടെ കേരളം കേട്ടോ. കേരളം അധികം ദൂരമില്ല ബോർഡറിലേക്ക്. അത് തന്നെ പുഴയുണ്ടല്ലേ? ആ ആ ആ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കിളവൻ പുത്തൂർ എന്നാണല്ലോ. കിളവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വയസ്സായിട്ടുള്ള ആളുകളെയൊക്കെ വിളിക്കില്ലേ? തമിഴിൽ അത് തന്നെ സെയിം ഇല്ലേ? കിളവൻ. അത് തന്നെ മൂത്ത ആളുകളെയൊക്കെ വിളിക്കുന്നത് ആ ഒരു അർത്ഥം തന്നെയാണ്. പിന്നെ പുത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ അതിൻ്റെ എനിക്ക് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. പുതിയ സ്ഥലം, പുതിയ ഊര് അല്ലേ? അല്ലെ പുതുതായിട്ട് രൂപപ്പെട്ടൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനധികം ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. 200 വർഷത്തോളം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പിന്നെ പുത്തൂർ എന്ന് വരുന്നത്? അന്നത്തെ കാലത്ത് ഇട്ട പേരായിരിക്കും പുത്തൂർ എന്നല്ലേ? അല്ലാതെ ഈ സ്ഥലത്തിനങ്ങനെ പേരിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പുതിയ സ്ഥലമൊന്നും അല്ല കേട്ടോ. ഇത് ചോളമാണ് ഈ ഗ്രാമത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അതിൻ്റെ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറികളുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു പടവലങ്ങാത്തോട്ടം കാണാം. പന്തലൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നത് കണ്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിളവെടുത്തിട്ട് നിൽക്കുകയാണ്. പിന്നെ തെങ്ങും തോപ്പുകൾ, അത് നമുക്ക് ഈ പൊള്ളാച്ചി ഭാഗത്തേക്ക് റൂട്ടിൽ കയറി കഴിഞ്ഞാൽ തെങ്ങും തോപ്പുകൾ തന്നെയാണ് പ്രധാന കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മണ്ണിട്ട വഴിയില്ല, ഇതിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അതിലൊരു പുഴ ഒഴുകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അപ്പുറം നമ്മുടെ കേരളമാണേ. പടവലങ്ങ വിളവൊക്കെ എടുത്തിട്ട് ബാക്കി നിൽക്കുന്നതാണ്. അതുപോലെ താഴെ മൊത്തം ചീരയാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചേ മൊത്തം ഈ പുല്ലും പള്ളം കയറി കിടക്കുമായിരിക്കുന്നത്. പക്ഷേ ചീര നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. നല്ലൊരു പ്രദേശം, വലിയൊരു മരം അങ്ങനെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തോടെ ഏറെ അടുത്ത് കിടക്കുന്നൊരു പ്രദേശം ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥയൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പാലക്കാട് ഭാഗത്തൊക്കെ വരുമ്പോൾ അടിക്കുന്ന ഒരു കാറ്റില്ല, ചൂട് കാറ്റ്. ഇവിടെ നല്ല പച്ചപ്പ് ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും. പക്ഷേ ഇവിടെ കൂടുതലും ഇങ്ങനെ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണുള്ളത്. കനാലുകളൊന്നും ഈ ഗ്രാമത്തിലേക്ക് വരുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയ നീർച്ചാലുകൾ പോലും കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു ചെക്ക് ഡാമാണ് കാണുന്നത്, പക്ഷേ അതിൽ വെള്ളമൊന്നുമില്ല. ഇതെപ്പോഴോ മഴ പെയ്ത് കിടക്കുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നേ ഉള്ളൂ. വെള്ളത്തിനൊക്കെ വളരെ ലഭ്യത കുറവാണ്. ഇതിലെ ഒരു ബസ് മാത്രമല്ല കേട്ടോ സർവീസ് നടത്തുന്നത്, വേറെ ബസ്സുകളുണ്ട്. ഒരു ടൈമിൽ തന്നെ 1-2 ബസ്സുകൾ വന്നായിരുന്നു, പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ക്യാമറ എടുത്തപ്പോൾ തന്നെ ബസ്സുകളെ കടന്നുപോയി. പൊള്ളാച്ചി ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കാം. അപ്പോൾ അത് ഈ ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് മാവിൻ തോട്ടങ്ങൾ, ഈ മുതലമട പഞ്ചായത്ത് ഇതിന് ഏകദേശം അടുത്താണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ മാവിൻ തോട്ടങ്ങളും ധാരാളം നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ. റോഡുകളൊക്കെ നല്ല നിലവാരത്തിലുള്ള റോഡുകളുണ്ട്. അതൊരു ഉൾഗ്രാമമാണ്, എന്നിട്ട് റോഡുകൾ കണ്ടില്ലേ, അത് നല്ല നിലവാരത്തിലാണ് ടാർ ചെയ്തേക്കുന്നത്. തെങ്ങിൽ നിന്ന് തേങ്ങയിട്ട് പൊതിച്ച് ചകിരി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ചകിരി ഫാക്ടറികൾ, പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഫാക്ടറികളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ട് കേട്ടോ. ആ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ചകിരി. നല്ലൊരു സ്ഥലം. ഇതിങ്ങനെ ഒരു ജംഗ്ഷനാണ്, ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ്. നല്ല വെയിലാണെങ്കിലും നോക്കി അങ്ങ് ദൂരെ വലിയ മലനിരകൾ കാണാം. പിന്നെ ഇതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണ് കാണുന്നത് കേട്ടോ. എൻ്റെ പൊന്നെ, ആ വീടിരിക്കുന്നൊരു പ്രദേശം നോക്കി, പുറകിലായിട്ട് വലിയ മലകൾ, പിന്നെ ഇങ്ങനെ വേലി കെട്ടിയേക്കുന്ന പോലെ കുറച്ച് ഭാഗത്ത് കരിമ്പനകൾ. പിന്നെ അവിടെ നട്ടേക്കുന്നതെന്നറിയോ സംഭവം? അത് ഇതാണ് കപ്പളങ്ങ മരമാണേ, പപ്പായ. അടിപൊളി അല്ലേ? ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ ഈ വേലിക്കകത്ത് കുക്കുംബർ നട്ടേക്കുന്നതാണ് കേട്ടോ. വലിയൊരു തോട്ടമാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു വീടൊക്കെ ഉണ്ട്. അപ്പം ഇത് വലിയൊരു ഏരിയയിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. അപ്പം വീടിൻ്റെ അടുത്തായിട്ടാണ് ഈ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ. വലിയൊരു തോട്ടമാണേ, വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ ഈ ചെടി കാണാൻ. പിടിക്കാൻ പറ്റില്ല, നല്ല മുള്ളാണ്. ഇവിടെ വിളവെടുത്ത് കൊണ്ടിരുന്നത് കണ്ടോ കുക്കുംബർ. ഇங்கே വന്നെടുക്കുക അല്ലേ? ഇവിടെ മൊത്തത്തിൽ വന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇത് കിലോയ്ക്ക് വന്ന് എന്നാ വില കിടക്കും? റേറ്റ് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇങ്ങനെ റേറ്റ് ഓരോ ദിവസങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുമല്ലോ. എല്ലാം വിളവെടുത്തിട്ടേക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിങ്ങനെ നിലത്തോടെ ഈ നാടൻ വെള്ളരിക്കൊക്കെ പടർന്ന് കിടക്കുന്ന പോലെ നിലത്തല്ല കേട്ടോ. ഇങ്ങനെ പന്തൽ കെട്ടിയേക്കുകയാണ്. നമ്മൾ കോവയ്ക്കയും അതുപോലെ പടവലയൊക്കെ പന്തലിടില്ല, അതുപോലെ പന്തൽ കെട്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ നാട്ടി അതിൻ്റെ മേളിലാണ്. പക്ഷേ മേളിലല്ല, ഇങ്ങനെ ഈ ഒരു ഹൈറ്റിൽ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ താഴെ ഇങ്ങനെ ചാക്കുനൂല് കെട്ടി അതിലാണ് ഇങ്ങനെ പടർന്ന് കയറുന്നത്. ചെറിയ കായ കേട്ടോ. മുള്ളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കൃഷികൾ കൂടാതെ തന്നെ നിരവധി കോഴി ഫാമുകളും കാണാവേ. ഇങ്ങനെ തെങ്ങും തോട്ടങ്ങളുടെയൊക്കെ അകത്തായിട്ട് കണ്ടില്ലേ, ഇറച്ചിക്കോഴികൾ.
ഇതിങ്ങനെ ഒരു ഷെഡ്, അതുപോലെ ആ ഒരു ഭാഗത്തും കാണാം. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ഷെഡ് ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറേ കോഴി ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് അത് പ്രിപ്പയർ ചെയ്യാണ് രണ്ടുപേരകത്ത്. ഇവിടുന്ന് ഡയറക്റ്റ് സപ്ലൈ பண்ணுவாங்க. அவங்க வந்து இவங்களுக்கு கொடுத்துருவாங்க. இந்த குஞ்சு கொடுக்குறாங்கல்ல, அவங்களுக்கு கொடுத்துருவாங்க. ഇവിടുന്ന് സപ്ലൈ ഇല്ല കേരളത്തിലേക്ക്. அவங்க கொண்டு வரமாங்க, இவங்க கொண்டு வர மாட்டாங்க. அந்த குஞ்சு விடுறாங்கல்ல, அவங்க கொடுத்துட்டு போயிடுவாங்க. ஓ சரி சரி, ഡയറക്റ്റ് ഇല്ല അല്ലേ? ഡയറക്റ്റ് ഇല്ല. இந்த ஏரியாவில் வந்து எத்தனை ஃபார்ம் இருக்குது? ஏன்னா இதுலேருந்து 1 கிலோமீட்டருக்கு போனீங்கன்னா இதே போல் ஒரு ஃபார்ம் இருக்குது. 1 കിലോമീറ്റർക്ക് പോകണം. അപ്പോൾ ഞാനേ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്ന് വിചാരിച്ച് കയറിയതാണേ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ. പക്ഷേ ആ അണ്ണനെ അതിൻ്റെ ഓണർ സ്ഥലത്തില്ല. പുള്ളിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിക്കുള്ള മെയിൻ റോഡിലേക്ക് കയറാൻ പോവുകയാണേ. പൊള്ളാച്ചി ഇവിടുന്ന് 18 കിലോമീറ്ററാണേ. അപ്പോൾ കിളവൻപുത്തൂരിൽ നിന്ന് 22 കിലോമീറ്ററാണ് പൊള്ളാച്ചിക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ വന്ന് കയറുന്നത് കേട്ടോ. ഇത് മെയിൻ റൂട്ടാണ് പൊള്ളാച്ചിക്കുള്ള. ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണിത് കണ്ടോ, നേരെ ഒറ്റ വഴി പൊള്ളാച്ചിക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ മാനുപ്പെട്ടി പോലെ അങ്ങനെ അധികം കാഴ്ചകളൊക്കെ ഉള്ള ഒരു ഗ്രാമമല്ല കേട്ടോ ഈ കിളവൻപുത്തൂർ. നമ്മളവിടെ കാണുന്ന ആ വീടുകളും പിന്നെ കുറച്ച് കൃഷിസ്ഥലങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ മാനുപ്പെട്ടി അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഗ്രാമഭംഗി കൊണ്ട് വളരെ സമൃദ്ധമായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെയുള്ള പുതിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുമ്പം അത് വേറെ ഒരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് കിടക്കാൻ പോവുകയാണേ. ഗോവിന്ദാപുരം പാലം, ഈ പാലത്തിൻ്റെ അപ്പുറം കേരളമാണ്. അങ്ങനെ കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കിളവൻപുത്തൂരിൽ ചെന്നപ്പോഴേ അവിടുത്തെ വീടുകളിലൊക്കെ ആളുകൾ കുറവാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞേ കാട്ടിക്കുള്ള വേലയ്ക്ക് പോയെന്ന്, കാട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാടിൻ്റെ അകത്ത് എന്ത് ജോലി ഇരിക്കുന്നത്, കാടിൻ്റെ അകത്ത് പോയെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ അവിടെ ഈ തെങ്ങും തോട്ടങ്ങളും മാവിൻ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഓരോ ജോലിക്ക് പോകുന്നതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാനാദ്യം വിചാരിച്ച് കാട്ടിൽ ജോലിക്ക് പോകുന്നതായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഓരോ ജോലികളൊക്കെ ആയിട്ട് ചെയ്ത് ജീവിക്കുന്നവരാണ്, കൂടുതലും സ്ത്രീകളൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഈ പിക്കപ്പ് പോലത്തെ വണ്ടികൾ ഈ തോട്ടത്തിൽ നിന്നൊക്കെ വരും കേട്ടോ അവരെ പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ജോലിക്ക് കൊണ്ടുപോകും, തിരിച്ച് അവിടെ ഇറക്കിയും വിടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.